Hi my dear students, I am Dr. Jeetu. ഇന്നത്തെ ടോപ്പിക്ക് ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് റിസെക്റ്റീവ് ഓഷ്യൽ സർജറിയാണ്. കറൻസ് 13th എഡിഷനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ചിലപ്പോൾ കുറച്ച് പോയിൻറ്റ്സിൽ എൻ്റെ നിന്ന് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കറൻസ് എടുത്ത് തുറന്നു വയ്ക്കുക ആൻഡ് റെഫർ അലോങ് വിത്ത് മീ ഗോയിങ് ഇൻ ടു പ്രസൻറ്റേഷൻ. സോ ഫർക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫർക്കേഷൻ ഇസ് എ പോർഷൻ ഓഫ് എ മൾട്ടി റൂട്ടഡ് ടൂത്ത് വെയർ ദ റൂട്ട്സ് ഡൈവേർജ്. മോർ ദാൻ വൺ റൂട്ടുള്ള ടൂത്തിൻ്റെ റൂട്ട്സ് ഡൈവേർജ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ ഫർക്കേഷൻ എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റൂട്ടിനെ തന്നെ അവർ റൂട്ട് ട്രങ്ക് ആൻഡ് റൂട്ട് കോൺ എന്നാണ് തിരിക്കുന്നത്. റൂട്ട് ട്രങ്ക് എന്ന് പറഞ്ഞാൽ അൺഡിവൈഡഡ് പോർഷൻ, റൂട്ട് കോൺ ഇസ് ദ ഡിവൈഡഡ് പോർഷൻ. സോ ടോട്ടലി ദിസ് ഇസ് കോൾഡ് ദ റൂട്ട് കോംപ്ലെക്സ്. അപ്പോൾ റൂട്ട് ട്രങ്ക് റൂട്ട് കോൺസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ പോർഷനാണ് ഫർക്കേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺലി അഫക്റ്റഡ് ആവുന്നത് ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മാക്സിലറി ഫസ്റ്റ് മോളാസിനാണ്. ആൻഡ് ദ ലീസ്റ്റ് അഫക്റ്റഡ് ആർ ദ മാക്സിലറി പ്രീ മോളാസ്. ഇനി രണ്ട് ടേംസ് ഉണ്ട്, ഡിഗ്രി ഓഫ് സെപ്പറേഷൻ ആൻഡ് ഡൈവേർജൻസ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിഗ്രി ഓഫ് സെപ്പറേഷൻ എങ്ങനെ ഓർത്താൽ മതി? നമ്മളൊരു ആംഗിളിനെ എപ്പോഴും ഡിഗ്രീസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ? 90 ഡിഗ്രീസ്, 180 ഡിഗ്രീസ്. അപ്പോൾ ഡിഗ്രി ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ആംഗിളാണ്. ഇറ്റ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡൈവേർജിങ് റൂട്ട്സ്. വേറാസ് ഡൈവേർജൻസ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 or the 3 റൂട്ട്സ്. അതാണ് ഡിഗ്രി ഓഫ് ഡൈവേർജൻസും സെപ്പറേഷനും. ബോത്ത് ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് ആസ് വെൽ ആസ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ റൂട്ട്സ് വിൽ ഡിക്രീസ് ഫ്രം ദ ഫസ്റ്റ് ടു ദ തേർഡ് മോളാർ. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫ്ലെയർഡ് ആയിരിക്കും ഫസ്റ്റ് മോളാറിൻ്റെ റൂട്ട്സ്, അതിലും കുറവായിരിക്കും സെക്കൻഡ് മോളാറിന്, അതിലും കുറവായിരിക്കും തേർഡ് മോളാറിന്. ഇനി നമുക്ക് ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. അതിൻ്റെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്ലിക്മാൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഗ്രേഡ്സ് 1 to 4 ആണ് നമുക്കുള്ളത്. ശ്രദ്ധിക്കണം, ഇറ്റ് ഇസ് ഗ്രേഡ്. നമ്മൾ മൊബിലിറ്റിയും പിന്നെ ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റും ഒക്കെ ഗ്രേഡിലും റിസെഷൻ നമ്മൾ ക്ലാസ്സിലുമാണ് പറയുന്നത്. ക്ലാസ് 1 മില്ലേഴ്സ് റിസെഷൻ, മില്ലേഴ്സ് ക്ലാസ് 2 റിസെഷൻ. പക്ഷേ ഗ്രേഡ് 1 ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ്, ഗ്രേഡ് 2 ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 1 ഇസ് there is a soft tissue lesion or a pocket extending into the flute of the furcation. നമ്മളുടെ സോഫ്റ്റ് ടിഷ്യൂനെ നമ്മൾ പ്രോബ് ചെയ്യുവാണെങ്കിൽ ഫർക്കേഷൻ ഏരിയ വരേക്കും ലീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ പോക്കറ്റ് ഫ്ലൂട്ട് ഓഫ് ദി ഫർക്കേഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഇന്റർറാഡിക്കുലർ ബോൺ ഇസ് ഇൻടാക്ട്. ആ ഇന്റർറാഡിക്കുലർ ഏരിയയിൽ ഇപ്പോഴും ദർ ഇസ് ഇൻടാക്ട് ബോൺ. അതാണ് ഗ്രേഡ് 1 ഫർക്കേഷൻ. ദിസ് മേ ഓർ മേ നോട്ട് ബി ഡിറ്റക്റ്റബിൾ ഓൺ എ റേഡിയോഗ്രാഫ്. ഓക്കെ, ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ there is loss of interradicular bone, there is pocket formation of varying depth, but it is not through and through. നമുക്ക് പോക്കറ്റ് ഫോർമേഷൻ ഉണ്ട്, നമ്മുടെ ഫർക്കേഷൻ ഏരിയയിലോട്ട് നമ്മുടെ പ്രോബ് പാസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ദർ ഇസ് ലോസ് ഓഫ് ഇന്റർറാഡിക്കുലർ ബോൺ. പക്ഷേ അത് ത്രൂ ആൻഡ് ത്രൂ ഒന്നുമല്ല, അത്രയ്ക്കും ബോൺ ലോസ് ആയിട്ടില്ല. അതിനെ നമ്മൾ വേറൊരു ടേം പറയുന്നത് എന്താ? കൾഡിസാക്ക്. കൾഡിസാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സാക്ക് എന്നാണ് അതിനെ പറയുന്നത്. മേ ബി വെൻ വി probe goes inside but it never comes out. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ദർ ഇസ് കംപ്ലീറ്റ് ലോസ് ഓഫ് ദ ഇന്റർറാഡിക്കുലർ ബോൺ. അപ്പോൾ ഇന്റർറാഡിക്കുലർ ബോണേ ഇല്ല ആ ഫർക്കേഷൻ ഏരിയയിൽ, പെർട്ടിക്കുലർ പോർഷനിൽ. സോ ഇറ്റ് ഇസ് എ ത്രൂ ആൻഡ് ത്രൂ ലീഷൻ. നമ്മളൊരു പ്രോബ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ബക്കലിൽ നിന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിംഗ്വൽ ഏരിയയിലോട്ട് പുറത്ത് വരും. ഇത് ഡെഫിനറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആണ് റേഡിയോഗ്രാഫാണ്. നമുക്കൊരു സ്മോൾ ട്രയാങ്കുലർ റേഡിയോ ലൂസൻസി കാണാൻ പറ്റും ഫർക്കേഷൻ ഏരിയയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദ ഫർക്കേഷൻ ഇസ് നോട്ട് വിസിബിൾ ക്ലിനിക്കലി. പ്രോബ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ത്രൂ ആൻഡ് ത്രൂ ആണെന്നുള്ളത്. പക്ഷേ സോഫ്റ്റ് ടിഷ്യൂ ആ ഫർക്കേഷൻ ഏരിയനെ ഇപ്പോഴും കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് ക്ലിനിക്കലി കാണാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇത് ത്രൂ ആൻഡ് ത്രൂ ആണ്, പ്രോബ് ഒരു സൈഡിൽ കൂടെ പാസ് ചെയ്താൽ മറ്റേ സൈഡിൽ കൂടെ പുറത്ത് വരുന്നൊക്കെ. ബട്ട് സം ടൈംസ് ഇത് ഒരു സൈഡിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് മേ നോട്ട് കം ഔട്ട് ത്രൂ ദ ഓപ്പോസിറ്റ് സൈഡ്. ബട്ട് വെൻ വി ആഡ് ദ മെഷർമെൻറ്റ്സ്, നമ്മൾ ബക്കലിൽ നിന്ന് പ്രോബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4 mm കിട്ടി, നമുക്ക് ലിംഗ്വലിൽ നിന്ന് പ്രോബ് ചെയ്യുമ്പോഴും നമുക്ക് 4 mm കിട്ടി. പക്ഷേ ബക്കോ ലിംഗ്വൽ വിത്ത് ഓഫ് ദ ടൂത്ത് അറ്റ് ദാറ്റ് റീജിയൻ എന്ന് പറയുന്നത് വെറും 6 mm മാത്രമാണ്. അപ്പോൾ ദിസ് മെഷർ is more than the width of the tooth. എന്ന് വെച്ചാൽ എന്താ? ആക്ച്വലി there is a through and through ആയിട്ടുള്ളൊരു ഇൻവോൾവ്മെൻ്റ് ആണ്. ആ ഡയറക്ഷൻ ഓഫ് ഇൻവോൾവ്മെൻറ്റിൻ്റെ ഡിഫറൻസ് കാരണമായിരിക്കും ചിലപ്പോൾ പ്രോബ് പുറത്ത് വരാത്തത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എപ്പോഴും നമ്മൾ പ്രോബ് ഒരു സൈഡിൽ കൂടെ ഇടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്ത് വന്നാൽ മാത്രമല്ല അത് ഗ്രേഡ് 3 ആവുന്നത്. നമ്മൾ വെൻ വി ആഡ് ദ മെഷർമെൻറ്റ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ ബക്കൽ ആൻഡ് ദ ലിംഗ്വൽ സൈഡ്സ് ഓർ ദ ബക്കൽ ആൻഡ് ദ പാലറ്റൽ സൈഡ്സ് ആൻഡ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ tooth, it means it's a grade 3 furcation involvement. ഇനി ഗ്രേഡ് 4 എന്താ? ഗ്രേഡ് 4ൽ
ഇറ്റ് ഈസ് ക്ലിനിക്കലി വിസിബിൾ ടു അവർ നേക്കഡ് ഐസ്. ത്രൂ ആൻഡ് ത്രൂ ആയിട്ട് പ്രോബ് പാസ് ചെയ്യാൻ പറ്റും. ബോൺ ലോസ് കംപ്ലീറ്റ് ആണ് ഫെർക്കേഷൻ ഏരിയയിൽ. അത് മാത്രമല്ല സോഫ്റ്റ് ടിഷ്യൂ ലോസും ഉണ്ട്. സോ ദാറ്റ് വി ക്യാൻ സീ ദ ഫെർക്കേഷൻ ക്ലിനിക്കലി. ഇനി എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് പറയാം. ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസീസ് എൻറ്റിറ്റി ഒന്നുമല്ല. നമ്മളുടെ പെരിഡോണൽ ഡിസീസിൻ്റെ തന്നെ ഫെർക്കേഷൻ ഏരിയയിൽ അതിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻ എറ്റിയോളജിക്കൽ ഫാക്ടർ ഇസ് ബ്ലാക്ക്. അതിൻ്റെ കൂടെ വേറെ കുറേയും പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പം ദർ ആർ പേറ്റൻറ്റ് ആക്സസറി കനാൽസ്, പൾപ്പ് ആൻഡ് ചേമ്പേഴ്സ് വിച്ച് ഇസ് ഓപ്പണിംഗ് ഇൻ ടു ദ ഫെർക്കേഷൻ ആണെങ്കിൽ ഈ പൾപ്പൽ ഡിസീസ് വരുമ്പോഴൊക്കെ ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ട്രോമ ഫ്രം ഒക്ലൂഷൻ ആണ്. ട്രോമ ഫ്രം ഒക്ലൂഷൻ മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ട് നമ്മൾ പറയാൻ കാരണം ഫെർക്കേഷൻ ഏരിയ ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് ടു ദ എക്സസീവ് ഒക്ലൂസൽ ഫോഴ്സസ്. പിന്നെ ഓവർ ഹാങ്ങിങ് റെസ്റ്റോറേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂട്ട് ഫ്രാക്ചേഴ്സ് വിച്ച് ഇൻവോൾവ്സ് ഫെർക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓൾ ദീസ് ആർ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് ടു ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ്. ഇനി ഈ രണ്ട് അനാറ്റമിക്കൽ ഫാക്ടേഴ്സ് ഇനാമൽ പേൾസ് ആൻഡ് ഇനാമൽ പ്രൊജക്ഷൻ രണ്ടും ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റിനെ പ്രിഡിസ്പോസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനാമൽ പേൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്മോൾ ഫോക്കൽ മാസ് ഓഫ് ഇനാമൽ വിച്ച് ഇസ് അപ്പൈക്കൽ ടു ദ CJ. ഇനാമൽ എന്ന് പറയുന്നത് CJക്ക് കൊറോണലായിട്ട് മാത്രമേ നമ്മൾ യൂഷ്വലി കാണാൻ പാടുള്ളൂ. പക്ഷേ ഒരു സ്മോൾ മാസ് ഓഫ് ഇനാമൽ വെൻ ഇറ്റ് ഇസ് സീൻ അപ്പൈക്കൽ ടു CJ നമ്മളതിനെ ഇനാമൽ പേൾ എന്ന് പറയും. ഒരു കുഞ്ഞു മുത്ത് പോലെ ഇരിക്കും. ആ ഫിഗറിൽ നമുക്ക് കാണാം. അതുകൊണ്ടാണ് നമ്മളതിനെ ഇനാമൽ പേൾ എന്ന് പറയുന്നത്. ഇനി ഇനാമൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എക്സ്റ്റൻഷൻ ഓഫ് ദ സെർവൈക്കൽ ലൈൻ, അല്ലെങ്കിൽ ആ CJ മൊത്തത്തിൽ താഴോട്ട് ഇറങ്ങുക ചെയ്യുന്നത് ടുവേർഡ്സ് ദ ഫെർക്കേഷൻ ഏരിയ ഓർ ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു ദ ഫെർക്കേഷൻ ഏരിയ. ഇനാമൽ പേൾ എന്ന് പറയുന്നത് CJ എന്ന് പറയുന്നത് ഒരു ഇൻടാക്ട് ലൈൻ അങ്ങനെ തന്നെ ഇരിക്കും. അതിൻ്റെ അപ്പൈക്കലായിട്ടൊരു കുഞ്ഞ് റൗണ്ടഡ് മാസ്സായിട്ട് ഒരു സെപ്പറേറ്റ് മാസ്സായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനാമൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് വിത്ത് ദ സെർവൈക്കൽ മാർജിൻ. സെർവൈക്കൽ മാർജിൻ ഡിപ്പ് ചെയ്യുവാണ് അപ്പൈക്കലിലോട്ട്. അതുപോലെ പല ഗ്രേഡ്സ് ഉണ്ട്. ഇൻസിപ്പിയൻ്റ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒരു മൈനർ ഡിപ്പായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ ഗ്രേഡ് 1, 2, 3 അനുസരിച്ച് ഇറ്റ് ഇസ് ഷോയിങ് വേരിയിങ് ഡെപ്സ് ഇൻ ടു ദ ഫെർക്കേഷൻ ഏരിയ. ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് ഇസ് ബെസ്റ്റ് ഇവാലുവേറ്റഡ് വിത്ത് കേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ നെയ്ബേഴ്സ് പ്രോബ്. നെയ്ബേഴ്സ് പ്രോബാണ് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നതും ബെസ്റ്റായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതും. 3 mm ഇൻക്രിമെൻറ്റ്സിലാണ് നെയ്ബേഴ്സ് പ്രോബിൻ്റെ മാർക്കിങ്സ് പോകുന്നത്. 3, 6, 9, 12 എന്ന് പറഞ്ഞാണ് പോകുന്നത്. വേറെ 2 കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ZA2ഉം ZA3യും. പേര് പോലെ തന്നെ ZA2 എന്ന് പറഞ്ഞാൽ 2 mm ഇൻക്രിമെൻറ്റ്സിലായിരിക്കും കാലിബ്രേഷൻ. ZA3 എന്ന് പറഞ്ഞാൽ 3 mm ഇൻക്രിമെൻറ്റ്സിലായിരിക്കും കാലിബ്രേഷൻ. അതർ ഫെർക്കേഷൻ പ്രോബ്സ് ഇൻക്ലൂഡ് CH3, HO2 ഇതൊക്കെ ഓപ്ഷൻസിൽ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫെർക്കേഷൻ പ്രോബ്സ് ആണ്. CH3 ആൻഡ് HO2 ആർ ഓൾസോ ഫെർക്കേഷൻ പ്രോബ്സ്. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഫെർക്കേഷൻ ആരോ എന്ന് പറയുന്ന ഒരു ടേമാണ്. അതായത് മാക്സിലറി മോളാസിൻ്റെ എക്സ്റേ നമ്മൾ എടുക്കുന്ന സമയത്ത് വി ക്യാൻ സി എ സ്മോൾ ട്രയാങ്കുലർ റേഡിയോലൂസൻറ്റ് ഏരിയ ഓവർ ദ മീസിയൽ ഓർ ദ ഡിസ്റ്റൽ റൂട്ട്. മീസിയലോ ഡിസ്റ്റലോ റൂട്ടിൻ്റെ സർഫസിൽ നമുക്കൊരു സ്മോൾ ട്രയാങ്കുലർ റേഡിയോലൂസൻറ്റ് ഏരിയ കാണാൻ പറ്റും. ദിസ് കറസ്പോണ്ട്സ് ടു ദ ഫെർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് ഫെർക്കേഷൻ ആരോ. ഇത് എല്ലാ കേസിലും ഒന്നും കാണാൻ പറ്റണമെന്നില്ല. ഇൻ സം കേസസ് വി മേ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദിസ്. ഇനി ഫെർക്കേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാമേ. നമുക്ക് ത്രീ ബ്രോഡ് സ്ട്രാറ്റജീസ് ആണ് ഫെർക്കേഷൻ തെറാപ്പിയിൽ ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് മെയിൻ്റനൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഫെർക്കേഷൻ. നമുക്കൊരു ഫെർക്കേഷൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, പക്ഷെ അതിനെ വേഴ്സൺ ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇതിന് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിങ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമതായിട്ട് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഫെർക്കേഷൻ. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ ആക്സസ് ടു ദ ഫെർക്കേഷൻ. നമുക്ക് ഫെർക്കേഷനിലോട്ടുള്ള ആക്സസ് കൂട്ടാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡു ജിഞ്ചൈവെക്ടമി ഓർ വി ക്യാൻ ഡിസ്പ്ലേസ് ദ ഫ്ലാപ്പ് അപ്പൈക്കലി. ദെൻ വി ക്യാൻ ഡു ഫെർക്കേഷൻ പ്ലാസ്റ്റി. ഫെർക്കേഷൻ പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫെർക്കേഷൻ ഏരിയയിലുള്ള ടൂത്തിനെയും ബോണിനെയും പ്ലാസ്റ്റി ചെയ്യുക. ദാറ്റ് ഈസ് ഒഡൻഡോപ്ലാസ്റ്റി ആസ് വെൽ ആസ് ഓസ്റ്റിയോപ്ലാസ്റ്റി ആൻഡ് ഓസ്റ്റെക്ടമി. സോ ഫെർക്കേഷൻ പ്ലാസ്റ്റി എന്താ? ഇറ്റ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഒഡൻഡോപ്ലാസ്റ്റി ആൻഡ് ഓസ്റ്റിയോപ്ലാസ്റ്റി. ആ ഏരിയയിലുള്ള ടൂത്തിനെയും ബോണിനെയും നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ടെക്നിക്സ് ഫോർ ഇൻക്രീസിങ് ആക്സസ് ടു ദ ഫെർക്കേഷൻ. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എലിമിനേറ്റ് ദ ഫെർക്കേഷൻ. ആ ഫെർക്കേഷൻ തന്നെ ഇല്ലാതാക്കുക. അതിന് വേണ്ടിയിട്ട് വി ക്യാൻ ഡു റൂട്ട് ആംപ്യൂട്ടേഷൻ ഓർ ടൂത്ത് റിസെക്ഷൻ ആൻഡ് ബൈകസ്പിഡൈസേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു വി ക്യാൻ ഡു ഒബ്സ്ട്രക്ഷൻ ഓർ ഒബ്ലിറ്ററേഷൻ ഓഫ് ദ ഫെർക്കേഷൻ. അത് ഇറ്റ് ഇസ് സിംപ്ലി ക്ലോസിംഗ് ദ ഫെർക്കേഷൻ വിത്ത് ദ യൂസ് ഓഫ് റെസ്റ്ററേറ്റീവ് മെറ്റീരിയൽസ്. അത് റെസിൻ അയണോമർ സിമെൻ്റ് ആവാം, പോളിമർ റീഇൻഫോഴ്സ്ഡ് സിങ്ക് ഓക്സിഡൈസിനോൾ ആവാം, ഗ്ലാസ് അയണോമർ സിമെൻ്റ് ആവാം, ഈവൻ അമാൽഗം വെച്ച് വരെ നമുക്ക് ആ ഫെർക്കേഷനുള്ള ഏരിയനെ അടച്ചു വയ്ക്കാം.
ഇനി ഫെർക്കേഷൻ പ്ലാസ്റ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഒഡന്റോപ്ലാസ്റ്റി ആൻഡ് ഓസ്റ്റിയോപ്ലാസ്റ്റി. ഒഡന്റോപ്ലാസ്റ്റി ഇസ് ദ റിമൂവൽ ഓഫ് ദ ടൂത്ത് സബ്സ്റ്റൻസ് ഇൻ ദ ഫെർക്കേഷൻ ഏരിയ ടു വൈഡൻ ദ നാരോ എൻട്രൻസ് ഓഫ് ദി എൻട്രൻസ് നാരോ ആണെങ്കിൽ നമ്മൾ ടൂത്തിനെ കുറച്ച് റിമൂവ് ചെയ്തേ പറ്റൂ, ടു റെഡ്യൂസ് ദ ഹൊറിസോണ്ടൽ ഡെപ്ത് ഓഫ് ദ ഫെർക്കേഷൻ ഇൻവോൾവ്മെന്റ്. ഓസ്റ്റിയോപ്ലാസ്റ്റി ഇസ് റീകോണ്ടൂറിംഗ് ദ ബോണി ഡിഫെക്ട് ഇൻ ദ ഫെർക്കേഷൻ ഏരിയ. നെക്സ്റ്റ് ഇസ് ടണൽ പ്രൊസീജിയർ. ടണൽ പ്രൊസീജിയർ എന്താ? ഇഫ് വി ഹാവ് എ ഗ്രേഡ് 2 ഫെർക്കേഷൻ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് വിചാരിക്കാം. വി ആർ ഇന്റൻഷനലി ക്രിയേറ്റിംഗ് എ ഗ്രേഡ് 3 ഫെർക്കേഷൻ ഫ്രം ദിസ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഗ്രേഡ് 2 നമ്മൾ പറഞ്ഞ ഒരു കൾഡിസാക് ഡിഫക്റ്റ് ആണ്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോളോയിങ് ഒരു ബ്ലൈൻഡ് സാക്കിൻ്റെ അകത്തോട്ടാണ് അത് പോകുന്നത്. And we never know whether we are cleaning it properly. So നമ്മൾ class 3 is through and through. So intentionally we are making it a class 3 or a through and through defect so that it is accessible for the oral hygiene procedures. Interdental brushes ഒക്കെ യൂസ് ചെയ്ത് ആ പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ട് ഫെർക്കേഷൻ ഏരിയ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ബൈ ഇന്റൻഷനലി മേക്കിംഗ് ഇറ്റ് എ ഗ്രേഡ് 3 ഫെർക്കേഷൻ ഇൻവോൾവ്മെന്റ്. അതാണ് ടണൽ പ്രൊസീജിയർ. ഇനി നമുക്ക് എലിമിനേഷൻ ഓഫ് ദി ഫെർക്കേഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വി ക്യാൻ ഡു റൂട്ട് റിസെക്ഷൻ. ക്ലിയർ ഫ്രം ദ ടേം ആണ്, റൂട്ടിനെ റിസെക്റ്റ് ചെയ്ത് കളയുന്നു. സർജിക്കൽ റിമൂവൽ ഓഫ് ഓൾ ഓർ എ പോർഷൻ ഓഫ് ദ റൂട്ട്. അത് ഇറ്റ് ക്യാൻ ബി ഡൺ ബിഫോർ ഓർ ആഫ്റ്റർ എൻഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്. നമ്മൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എൻഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൾപ്പിനെ എടുത്ത് കളഞ്ഞാൽ മാത്രമേ റൂട്ട് റിസെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഈവൻ വെൻ വി ഹാവ് വൈറ്റൽ പൾപ്പ് ഇൻസൈഡ് നമുക്ക് റൂട്ട് റിസെക്ഷൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ ഹെമി സെക്ഷൻ. ഹെമി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the roots are surgically removed but along with the part of the crown. നമ്മൾ ആ പല്ലിനെ മൊത്തത്തിലാണ് സെക്ഷൻ ചെയ്യുന്നത്. പല്ലിൻ്റെ ഹെമി സെക്ഷൻ, ഹാഫ് ഓഫ് ദ ടൂത്തിനെ മൊത്തത്തിൽ നമ്മൾ സെക്ഷൻ ചെയ്യുവാണ് along with the crown as well as the root. ഇനി നമ്മൾ ഹെമി സെക്ഷൻ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ പല്ലിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയെങ്കിൽ that one portion is removed. When we retain both these parts, it is known as bicuspidization. Bicuspidization എന്ന് പറയാൻ കാരണം നമ്മൾ ഒരു മോളാർ ടൂത്തിനെ 2 പ്രീമോളാർ ഓർ ബൈക്കസ്പിഡ്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രീമോളറൈസേഷൻ എന്ന് അതുകൊണ്ട് പറയാറുണ്ട്. സോ ബൈക്കസ്പിഡൈസേഷൻ ഇസ് എ സെപ്പറേഷൻ ഓഫ് ദ റൂട്ട്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബോത്ത് ദ റൂട്ട്സ് അലോങ് വിത്ത് ദെയർ ക്രൗൺസ്. ഇത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ട്രീറ്റിംഗ് ദ ഫെർക്കേഷൻ ഇസ് ഓൾവേസ് എ ഡിഫിക്കൽട്ട് തിങ്, അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ് ട്രീറ്റിംഗ് എ ഫെർക്കേഷൻ. അപ്പോൾ നമ്മൾ ഫെർക്കേഷൻ ഏരിയയിൽ ബോൺ റീജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ബോൺ ഗ്രാഫ്റ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ബോൺ റീജനറേഷൻ ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ മാൻഡിബുലാർ ഫസ്റ്റ് മോളാർ വിത്ത് ഗ്രേഡ് 2 ഫെർക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ഐഡിയൽ ഫോർ ദ GTR അല്ലെങ്കിൽ ഗൈഡഡ് ടിഷ്യൂ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള പല്ലാണ്. ഇറ്റ് ഓൾവേസ് ഗിവ്സ് ഗുഡ് റിസൾട്ട്സ്. പിന്നെ വി ക്യാൻ ഓൾവേസ് യൂസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. നമുക്ക് നമ്മൾ സ്കെയിലിംഗ് ആൻഡ് റൂട്ട് പ്ലാനിങ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലാപ്പ് എലിവേറ്റ് ചെയ്യാം, നമുക്ക് ബോൺ ഗ്രാഫ്റ്റ് കൊടുക്കാം, നമുക്ക് GTR കൊടുക്കാം. വി ക്യാൻ യൂസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദി തെറാപ്പീസ് അവൈലബിൾ ടു ട്രീറ്റ് ദ ഫെർക്കേഷൻ. ആൻഡ് ഇഫ് നൺ ഓഫ് ദീസ് വർക്ക്സ് ഔട്ട്, ഫൈനലി വി ഹാവ് ടു ഗോ ഫോർ എക്സ്ട്രാക്ഷൻ. ഇത്രയൊക്കെയാണ് ഫെർക്കേഷൻ ഇൻവോൾവ്മെന്റിനെ പറ്റി പറയാനുള്ളൂ. ഇനി നമുക്ക് റിസെക്റ്റീവ് ഓഷ്യസ് സർജറിയെ പറ്റിയും കൂടി നോക്കാം. ഷ്ലൂഗർ is regarded as the father of ഓഷ്യസ് സർജറി അല്ലെങ്കിൽ റിസെക്റ്റീവ് ഓഷ്യസ് സർജറി. ഈ റിസെക്റ്റീവ് ഓഷ്യസ് സർജറിയുടെ ഏറ്റവും പ്രത്യേകതയുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് പ്രെഡിക്റ്റബിൾ പോക്കറ്റ് റിഡക്ഷൻ ടെക്നിക്. നമ്മൾ വേറെ എന്തൊക്കെ ടെക്നിക്കിൽ പോക്കറ്റ് റെഡ്യൂസ് ചെയ്യാൻ നോക്കിയാലും we can expect that this pocket will reduce. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും അല്ലെങ്കിൽ മോസ്റ്റ് കൺഫേംഡ് ആയിട്ടും നമുക്ക് പോക്കറ്റ് റെഡ്യൂസ് ആവുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഓഷ്യസ് റിസെക്റ്റീവ് സർജറി. ഇനി 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, ഓസ്റ്റിയോപ്ലാസ്റ്റി ആൻഡ് ഓസ്റ്റെക്ടമി ഓർ ഓസ്റ്റിയോഎക്ടമി തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. Osteoplasty, as always, plasty means reshaping. It refers to the reshaping of the bone without the removal of the tooth supporting bone. And ostectomy or osteoectomy is the removal of the tooth supporting bone. റിമൂവൽ ഓഫ് ദ ടൂത്ത് സപ്പോർട്ടിംഗ് ബോൺ എന്ന് പറയുന്ന ടേം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ടൂത്ത് സപ്പോർട്ടിംഗ് ബോണിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് ഓസ്റ്റിയോപ്ലാസ്റ്റിയും, അതിനെ റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് ഓസ്റ്റെക്ടമിയും ആവും. ഇനി നമുക്ക് 3 ടൈപ്പ് ബോൺ ആർക്കിടെക്ചറാണുള്ളത്. പോസിറ്റീവും ഫ്ലാറ്റും നെഗറ്റീവും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബോണിൻ്റെ ആർക്കിടെക്ചറാണ്. അതായത് നമ്മുടെ ബോൺ ഫിഗറിൽ കാണുന്ന പോലെ ഇസ് അറ്റ് എ മോർ അപ്പൈക്കൽ ലെവൽ ഓൺ ദ റാഡിക്കുലർ സർഫസസ് വെൻ കമ്പയർഡ് ടു ദ ഇന്റർ റാഡിക്കുലർ ബോൺ.
ഇൻ്റർറാഡിക്കുലർ ബോൺ എപ്പോഴും ഒരു സ്പൈക്ക് പോലെ പൊങ്ങി നിൽക്കും. റാഡിക്കുലർ സർഫസിൽ അത് താഴോട്ട് ഒരു ഡിപ്പ് പോലെയും പോവും. അതാണ് പോസിറ്റീവ് ആർക്കിടെക്ചർ. ഫ്ലാറ്റ് എന്ന് പറയുന്നത് റാഡിക്കുലർ സർഫസിലും ഇൻ്റർറാഡിക്കുലർ ഏരിയയിലും ബോൺ സെയിം ലെവലിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിവേഴ്സ് ഓഫ് ദ പോസിറ്റീവ് ആർക്കിടെക്ചർ. നമ്മുടെ മിഡ് റാഡിക്കുലർ സർഫസിൽ ഉള്ള ലെവലിനേക്കാളും താഴത്തെ ലെവലിലായിരിക്കും ഇൻ്റർറാഡിക്കുലർ ഏരിയയിൽ നിൽക്കുന്നത്. ഇനി വാട്ട് ഇസ് ഐഡിയൽ ആർക്കിടെക്ചർ? ഇതിപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയ്ക്ക് പെർട്ടൈൻ ചെയ്താണ് നമ്മൾ ഈ പോസിറ്റീവ്, നെഗറ്റീവ്, ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നത്. വെൻ ദ പോസിറ്റീവ് ആർക്കിടെക്ചർ ഇസ് പ്രസൻറ്റ് ഇൻ ദ എൻ്റയർ ഡെൻഡിഷൻ, ദിസ് ഇസ് കോൾഡ് ആൻ ഐഡിയൽ ആർക്കിടെക്ചർ. വേറെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള 2 ടേംസാണ് ഡെഫിനിറ്റീവ് ഓഷ്യസ് റീഷേപ്പിങ്ങും കോംപ്രമൈസ് ഓഷ്യസ് റീഷേപ്പിങ്ങും. അതിങ്ങനെ ഓർത്താൽ മതി. ഡെഫിനറ്റീവ് ഓഷ്യസ് റീഷേപ്പിംഗ് ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഡെഫിനറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്താലും നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാനും പോകുന്നില്ല. ബട്ട് കോംപ്രമൈസ് ഓഷ്യസ് റീഷേപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കോംപ്രമൈസ്ഡ് ആയിട്ടാണ് ഇത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് നിർത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്താലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റിസൾട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ഡൂയിങ് എ ലിറ്റിൽ മോർ ഓഫ് ഓഷ്യസ് റിമൂവൽ. പക്ഷെ അങ്ങനെ ചെയ്താൽ ഇറ്റ് വിൽ ബി ഡെട്രിമെൻ്റൽ ടു ദ ഓവറോൾ റിസൾട്ട്. കുറച്ചും കൂടി ബോൺ റിമൂവ് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് പോക്കറ്റ് റിഡക്ഷൻ കിട്ടും. പക്ഷേ കുറച്ചും കൂടി ബോൺ റിമൂവ് ചെയ്താൽ ടൂത്തിനൊട്ടും സപ്പോർട്ട് ഉണ്ടാവില്ല, ടൂത്ത് ഊരിപ്പോവും. അപ്പം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ ബോൺ റീഷേപ്പിംഗ് നിർത്തുന്നു. അതാണ് കോംപ്രമൈസ്. ഡെഫിനറ്റീവ് ഇസ് ദ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഓർത്താൽ മതി. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, ചെയ്താൽ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പോകുന്നില്ല. കോംപ്രമൈസ് ഇസ് ദ ബോൺ പാറ്റേൺ ദറ്റ് കനോട്ട് ബി ഇംപ്രൂവ്ഡ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ഓഷ്യസ് റിമൂവൽ. ഇനിയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബോൺ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്താൽ ഇറ്റ് വിൽ ബി ഡെട്രിമെൻ്റൽ ടു ദ ഓവറോൾ റിസൾട്ട്. ഇനി നമുക്ക് റിസെക്റ്റീവ് ഓഷ്യസ് സർജറിയുടെ സ്റ്റെപ്സ് നോക്കാവേ. ഈസിയാണ്, 4 സ്റ്റെപ്സേ ഉള്ളൂ. ആദ്യത്തേത് വെർട്ടിക്കൽ ഗ്രൂവിങ്, രണ്ടാമത്തേത് റാഡിക്കുലർ ബ്ലെൻഡിങ്, മൂന്നാമത്തേത് ഫ്ലാറ്റനിങ് ദ ഇൻ്റർപ്രോക്സിമൽ ബോൺ ആൻഡ് നാലാമത്തേത് ഗ്രാജുവലൈസിങ് ദ മാർജിനൽ ബോൺ. ആദ്യത്തേത് ഫിഗറിൽ നോക്കിയേ, വെർട്ടിക്കൽ ഗ്രൂവിങ്. നമ്മൾ ആ ലേബിയൽ പോർഷനിൽ കോർട്ടിക്കൽ പ്ലേറ്റിലാണ് വെർട്ടിക്കലി ഡെൻ്റൽ സ്പേസിൽ ഗ്രൂവ്സ് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റാഡിക്കുലർ ബ്ലെൻഡിങ്ങിൻ്റെ സമയത്ത് അത് ഷാർപ്പായിട്ടാണ് നമ്മളുടെ ഗ്രൂവ്സ് നിൽക്കുന്നത്. അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുവാണ്. അലോങ് വിത്ത് ദ റാഡിക്കുലർ സർഫസും ഇൻ്റർറാഡിക്കുലർ സർഫസും തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് ആ ഷാർപ്നെസ് എല്ലാം നമ്മൾ കളയുവാണ് റാഡിക്കുലർ ബ്ലെൻഡിൽ ചെയ്യുന്നത്. ഫ്ലാറ്റനിങ് ഓഫ് ദ ഇൻ്റർപ്രോക്സിമൽ ബോണിൽ നമ്മൾ ഇൻ്റർപ്രോക്സിമൽ ഏരിയയിലുള്ള ബോണിനെ ഹൈറ്റിനെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, വെർട്ടിക്കൽ ഗ്രൂവിങ്ങിലും റാഡിക്കുലർ ബ്ലെൻഡിങ്ങിലും നമ്മൾ ടൂത്തിൻ്റെ സപ്പോർട്ടിംഗ് ബോണിൻ്റെ ഹൈറ്റ് കുറച്ചിട്ടില്ല. മീനിങ് ടു സേ വെർട്ടിക്കൽ ഗ്രൂവിങ് ആൻഡ് റാഡിക്കുലർ ബ്ലെൻഡിങ് ആർ ഓസ്റ്റിയോപ്ലാസ്റ്റി പ്രൊസീജിയേഴ്സ്. ഫ്ലാറ്റനിങ് ഓഫ് ദ ഇൻ്റർപ്രോക്സിമൽ ബോണിലാണ് ടൂത്ത് സപ്പോർട്ടിംഗ് ബോണിൻ്റെ ഹൈറ്റ് നമ്മൾ ആദ്യമായിട്ട് കുറച്ചത്. സോ ദാറ്റ് ഇസ് എ ഓസ്റ്റെക്ടമി പ്രൊസീജിയർ. ആൻഡ് ഫൈനലി ഗ്രാജുവലൈസിങ് ദ മാർജിനൽ ബോൺ. ഇൻ്റർപ്രോക്സിമൽ ബോൺ ഫ്ലാറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ മാർജിനൽ ബോണിനെയും ഗ്രാജുവലൈസ് ചെയ്യും. അപ്പോൾ അതും ഓസ്റ്റെക്ടമി പ്രൊസീജിയർ ആവാൻ ഇറ്റ് ഈസ് പോസിബിൾ. So, vertical grooving is also known as festooning. It is a osteoplasty procedure. It is contraindicated in areas with close roots or thin alveolar housing. This is important. Thin alveolar plate ആണെങ്കിൽ നമ്മളിവിടെ vertical grooving ഒന്നും കൊടുക്കരുത്, because it can be damaging to the roots. ഇനി റാഡിക്കുലർ ബ്ലെൻഡിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്ഫിറോയിഡിങ് ഓർ പാരബോളൈസിങ്. നമ്മൾ പറഞ്ഞു, നമ്മൾ വെർട്ടിക്കൽ ഗ്രൂവിങ് ചെയ്യുമ്പോൾ ഷാർപ്പായിട്ടുള്ള ബോൺ മാർജിൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ, റൗണ്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സ്ഫിറോയിഡിങ് ഓർ പാരബോളൈസിങ്. എക്സ്റ്റൻഷൻ ഓഫ് ദ വെർട്ടിക്കൽ ഗ്രൂവിങ് ആണ്. ദിസ് ഇസ് ഓൾസോ എ പ്യൂർലി ഓസ്റ്റിയോപ്ലാസ്റ്റി ടെക്നിക് ദാറ്റ് ഡു നോട്ട് റിമൂവ് എനി സപ്പോർട്ടിംഗ് ബോൺ. അടുത്തത് ഫ്ലാറ്റനിങ് ഓഫ് ദി ഇൻ്റർപ്രോക്സിമൽ ബോൺ. നമ്മൾ ഇൻ്റർപ്രോക്സിമൽ ബോണിനെ ഫ്ലാറ്റൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞത് ഒരു ഓസ്റ്റെക്ടമി പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ഓസ്റ്റെക്ടമി പ്രൊസീജിയറിന് നമുക്കൊരു ഔട്ട്ലൈൻ വേണം. സോ നമ്മളിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്ക്രൈബിംഗ് ഇസ് ഡൺ. ഇറ്റ് ഇസ് ഡൺ യൂസിങ് ഓഷൻ ബീം ചിസൽസ്. ഓഷൻ ബീം ചിസൽസ് 1 or 2 ഉപയോഗിച്ച് നമ്മൾ ആദ്യം സ്ക്രൈബിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഫോർ ദ ഓസ്റ്റെക്ടമി കൊടുക്കും. ദെൻ വി റിമൂവ് വെരി സ്മോൾ അമൗണ്ട്സ് ഓഫ് ദ സപ്പോർട്ടിംഗ് ബോൺ. It is best used in defects that have a coronally placed 1-walled edge of a predominantly 3-walled angular defect. 3-walled defectലൊക്കെ ഏതെങ്കിലും ഒരു വോള് ഭയങ്കര ഹൈ ലെവലിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, കൊറോണലി പ്ലേസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫ്ലാറ്റനിങ് ഓഫ് ദി ഇൻ്റർപ്രോക്സിമൽ ബോൺ ഉപയോഗിച്ച് ഓസ്റ്റെക്ടമി ചെയ്യാം. ആൻഡ് ഫൈനലി അഗെയിൻ ഗ്രാജുവലൈസിങ് ഓഫ് ദ മാർജിനൽ ബോൺ ഇസ് ഓൾസോ എ ഓസ്റ്റെക്ടമി പ്രൊസീജിയർ.
അപ്പോൾ നമ്മൾ കുറേ അതർ നെയിംസ് പഠിച്ചായിരുന്നു. ഒന്ന് ക്വിക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. വെർട്ടിക്കൽ ഗ്രൂവിങ്ങിൻ്റെ വേറെ പേരായിരുന്നു ഫെസ്റ്റൂണിങ്. റാഡിക്കുലർ ബ്ലെൻഡിങ്ങിൻ്റെ വേറെ പേരായിരുന്നു സ്ഫിറോയിഡിങ് ഓർ പാരബോളൈസിങ്. സ്ക്രൈബിങ് എന്താ? ഫ്ലാറ്റനിങ് ഓഫ് ദി ഇൻ്റർപ്രോക്സിമൽ ബോൺ ചെയ്യുന്നതിന് മുന്നേ അത് ഔട്ട്ലൈൻ ചെയ്യുന്നതിനാണ് സ്ക്രൈബിങ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ correction of the one-wall's hemiseptal defects requires that bone is to be reduced to level to the most apical portion of the defect. One-wall defect എന്ന് പറഞ്ഞാൽ എന്താ? only one wall is remaining. അപ്പോൾ ഒരു wall മാത്രം ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ ബോണിനെ ബാക്കിയുള്ള സാധനങ്ങൾ നിൽക്കുന്ന ലെവലിലോട്ട് അല്ലെങ്കിൽ മോസ്റ്റ് അപ്പൈക്കൽ പോർഷൻ ഓഫ് ദി ഡിഫക്റ്റിലോട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇഫ് വൺ wall defects occur next to an edentulous space, the edentulous ridge is reduced to the level of the ഓഷ്യസ് ഡിഫക്റ്റ്. നമ്മൾ ഇഡൻജുലസ് ആയിട്ടുള്ള ആ റിഡ്ജിനെ റെഡ്യൂസ് ചെയ്ത് ഓഷ്യസ് ഡിഫക്റ്റിൻ്റെ ലെവലിലോട്ട് കുറയ്ക്കേണ്ടി വരും. ഇത് പെർട്ടിക്കുലർലി ഓരോ കണ്ടീഷൻസ് വരുമ്പം ഏത് രീതിയിൽ നമുക്ക് റിസെക്റ്റീവ് ഓഷ്യസ് സർജറി ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡാണ്. അപ്പോൾ നമുക്ക് എല്ലാ കേസിലും വെർട്ടിക്കൽ ഗ്രൂവിങ്, റാഡിക്കുലർ ബ്ലെൻഡിങ്, ഫ്ലാറ്റനിങ് ഓഫ് ദി ഇൻ്റർപ്രോക്സിമൽ ബോൺ, ഗ്രാജുവലൈസിങ് ദ മാർജിനൽ ബോൺ, അങ്ങനെ സ്റ്റെപ്സ് ആലോചിച്ച് ചെയ്യാൻ പറ്റില്ല. ഓരോരോ പർട്ടിക്കുലർ കണ്ടീഷൻസിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ പറഞ്ഞാൽ വൺ വോൾഡ് ഹെമിസെപ്റ്റൽ ഡിഫക്ട്സ് ആണെങ്കിൽ മോസ്റ്റ് അപ്പൈക്കൽ പോർഷൻ ഓഫ് ദി ഡിഫക്റ്റ് വരെയും നമ്മൾ ബോണിനെ റെഡ്യൂസ് ചെയ്യുക. ഇനി ഇഡൻജുലസ് സ്പേസിൻ്റെ അടുത്തുള്ള ഒരു വൺ വോൾഡ് ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇഡൻജുലസ് റിഡ്ജിനെ ഓഷ്യസ് ഡിഫക്റ്റിൻ്റെ ലെവലിലോട്ട് റെഡ്യൂസ് ചെയ്യുക. കമ്മിങ് ടു ഇൻസ്ട്രുമെൻറ്റ്സ്, നമുക്ക് ഓഷ്യസ് സർജറി ചെയ്യാൻ വേണ്ടി വി ഹാവ് ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, വി ഹാവ് റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ്. ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റോഞ്ചേഴ്സ്, ഓഷൻ ബീൻ ചിസൽസ്, ഷ്ലൂഗർ ആൻഡ് ഷുഗർമാൻ ഫൈൽസ്. അതുപോലെ റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സിൽ നമുക്കുള്ളത് കാർബൈഡ് ബേഴ്സ് ആൻഡ് ഡയമണ്ട് ബേഴ്സ്. ഫിഗർ ബേസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പിക്ചേഴ്സും കൂടെ നോക്കി വെക്കണം. ആദ്യം കാണുന്നത് ഒരു പീസോ ഇലക്ട്രിക് സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, വിച്ച് ഇസ് യൂസ് ഫോർ റിസെക്റ്റീവ് ഓഷ്യസ് സർജറി. രണ്ടാമത് കാണുന്നത് റോഞ്ചറാണ്. ഓക്കെ, മൂന്നാമത് കാണുന്ന ബെർ കാർബൈഡ് ബെർ. നാലാമത് കാണുന്നത് ഡയമണ്ട് ബെർ. അത് നമുക്ക് ആ ഫൈനായിട്ടുള്ള ഡയമണ്ട് ഗ്രിറ്റ് നമുക്ക് കാണാൻ പറ്റും കുറച്ച് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ എന്ന് പറയുന്ന ഫിഗറിൽ കാണുന്നത് രണ്ട് ഫയൽസാണ്, ബോൺ ഫയൽസാണ്, ഷുഗർമാനും ഷ്ലൂഗറും. അതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഷ്ലൂഗറാണ് കേർവ്ഡ് വൺ, ഷുഗർമാൻ സ്ട്രെയിറ്റ് ആണ്. ഓക്കെ, ഷുഗർമാൻ ഇസ് സ്ട്രെയിറ്റ് വെറാസ് ഷ്ലൂഗർ ഇസ് ദ കേർവ്ഡ് വൺ. പിന്നെ നമുക്കുള്ളത് ചിസൽസ് ആണ്. ചിസൽസിൽ നമുക്ക് ബാക്ക് ആക്ഷൻ ചിസൽ അഥവാ റോഡ്സ് ചിസൽസ് എന്നൊക്കെ പറയുന്ന ചിസൽസ് ബാക്ക് ആക്ഷൻ ചിസൽസ് ആണ് ഉണ്ട്. പിന്നെ ഓഷൻ ബീൻ ചിസൽസ് ഉണ്ട്. ഓഷൻ ബീൻ ചിസൽസ് കോമൺ ആയിട്ട് നമ്മൾ സ്ക്രൈബിങ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഓഷൻ ബീൻ ചിസൽസ് 1 or 2 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോൺ സ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മൾ ഓസ്റ്റക്ടമി ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ദീസ് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ്: റോഞ്ചേഴ്സ്, കാർബൈഡ് ബെർ, ഡയമണ്ട് ബേഴ്സ്, ഷുഗർമാൻ ആൻഡ് ഷ്ലൂഗർ ഫയൽസ് ആൻഡ് ചിസൽസ്. ഇനി ഇത് ചിലപ്പോൾ ഒരു പുതിയ ടേം ആയിരിക്കും, ബ്ലോ ഔട്ട്. നമ്മൾ ബേൺ ഔട്ട് പഠിച്ചായിരുന്നു. ലോക്കലൈസ്ഡ് അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് ജനറലൈസ്ഡ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാതെ ലോക്കലൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നതിനെ നമ്മൾ ബേൺ ഔട്ട് ഫിനോമിനൻ എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ദെൻ വാട്ട് ഇസ് ബ്ലോ ഔട്ട്? ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ when we do osteoplasty it lead to a rapid bone loss in the furcation area. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്ലോ ഔട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. How long to wait after completion of healing of the last surgical area before beginning a dental restoration? Resective osseo surgery എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ ഹീലിംഗ് കഴിഞ്ഞിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡെൻ്റൽ റെസ്റ്റോറേഷൻ ചെയ്യാൻ? ഇറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് 6 weeks. സോ ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് 6 weeks എങ്കിലും കഴിഞ്ഞിട്ടേ നമ്മളൊരു ഡെൻ്റൽ റെസ്റ്റോറേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് ദ എമൗണ്ട് ഓഫ് ഓഷ്യസ് റിസെക്റ്റീവ് സർജറി ദാറ്റ് ഷുഡ് ബി ഡൺ? എന്തോരം ബോൺ റിസെക്റ്റ് ചെയ്ത് കളയണം എന്നുള്ളത് നമ്മൾ എന്തിനെ ബേസ് ചെയ്ത് വേണം ഡിസൈഡ് ചെയ്യാൻ? ബോൺ സൗണ്ടിങ് ആണോ, റേഡിയോഗ്രാഫ് ആണോ, പ്രോബിംഗ് ഡെപ്ത് ആണോ, ഓൾ ദി അബോവ് ആണോ? വാട്ട് വിൽ ബി ദി ആൻസർ? ഇറ്റ് ഈസ് ഓൾ ദി അബോവ്. ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രോബിംഗ് ത്രൂ ദ ജിഞ്ചൈവ ടു റീച്ച് ദ ആൽവിയോലർ ബോൺ. അതിനാണ് നമ്മൾ ട്രാൻസ്ജിഞ്ചൈവൽ പ്രോബിംഗ് അല്ലെങ്കിൽ സൗണ്ടിങ് എന്ന് പറയുന്നത്. സൗണ്ടിങ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ റേഡിയോഗ്രാഫ്സും പ്രോബിംഗ് ഡെപ്സും നമുക്കൊരു ഐഡിയ തരുന്നുണ്ട് ദാറ്റ് ഹൗ മച്ച് ബോൺ ഷുഡ് ബി റിമൂവ് ഡ്യൂറിങ് എ റിസെക്റ്റീവ് ഓഷ്യസ് സർജറി. സോ ഓൾ ദി അബോവ് ഇസ് ദി ആൻസർ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫർക്കേഷൻ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് റിസെക്റ്റീവ് ഓഷ്യസ് സർജറി. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് മീ. കീപ്പ് യുവർ ബേസിക് സ്ട്രോങ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിച്ച് വെക്കുക. സോ അപ്പോൺ ദാറ്റ് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.